What is buffer cache? Kernel maintains file on mass storage devices such as disk, and it allows process to store new information or to recall previous stored information. കേണൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫയൽസ് നമ്മുടെ ഹാർഡ് ഡിസ്കിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എപ്പോഴും കേണൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽസ് പുതിയ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനും പഴയതിനെ നമുക്ക് റിട്രൈവ് ചെയ്യാനും സഹായിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഫയൽസ് യൂസ് ചെയ്യുന്നത്, ഫോർ സ്റ്റോറിങ് ആൻഡ് റിട്രൈവിങ് പർപ്പസ്. എ പ്രോസസ് വാണ്ട്സ് ടു ആക്സസ് ഡേറ്റ ഫ്രം എ ഫയൽ. The kernel brings the data into main memory from disk. The process then can examine it in main memory, alter it, and request that the data be saved in the file system again. കേണൽ പ്രോസസ്സിന് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്നും ഫയൽ ആവശ്യമുള്ളപ്പോൾ കേണൽ അതിനെ ഡിസ്കിൽ നിന്നും മെയിൻ മെമ്മറിയിലോട്ട് ആക്കുന്നു. ഇനി എല്ലാ പ്രോസസ്സും മെയിൻ മെമ്മറിയിൽ വെച്ചിട്ടാണ് കേണൽ പെർഫോം ചെയ്യുന്നത്. മെയിൻ മെമ്മറിയിൽ ഒരു ഫയലിന് മാറ്റം വന്നു കഴിഞ്ഞാൽ ആ ഫയലിനെ തിരിച്ച് ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുകയും മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്യുന്നത് മെയിൻ മെമ്മറിയിൽ വെച്ചിട്ടാണ്. The kernel could read and write directly to and from the disk for all file system access. എല്ലാ ഫയൽ സിസ്റ്റത്തിനും വേണ്ടിയിട്ട് കേണൽ റീഡും റൈറ്റും ഡയറക്ട്ലി ഫ്രം ഡിസ്കിൽ നിന്നാണ് ചെയ്യുന്നത്. Response time of system and throughput would be poor because disk transfer rate is too slow. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് റേറ്റ്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയും അതുപോലെ ഒരു കാര്യം ഡിസ്കിലോട്ട് ആക്സസ് ചെയ്ത് തിരിച്ചെടുക്കുന്നതിനുള്ള റെസ്പോണ്ട് ടൈം കൂടുതൽ ആയതുകൊണ്ട് തന്നെ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് ഡിസ്കിൽ നിന്നും നമ്മുടെ പ്രോസസ്സറിലോട്ട് എപ്പോഴും സ്ലോ ആയിരിക്കും. ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത് കുറയുന്നു, റെസ്പോണ്ട് ടൈം കൂടുന്നു. The kernel therefore tries to minimize the frequency of disk access by keeping a pool of internal data buffers is called buffer cache. Buffer cache holds the data of recently used disk blocks. ഇതുകൊണ്ട് തന്നെ കേണൽ ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഡിസ്ക് ബ്ലോക്കുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണലായിട്ട് ഒരു ബഫർ ബ്ലോക്ക് കീപ്പ് ചെയ്യുന്നു. മെയിൻ മെമ്മറിയിൽ തന്നെ ഉള്ള ഒരു സ്പേസാണ് ബഫർ ബ്ലോക്ക്. ഇതിന് നമുക്ക് പറയാം ബഫർ ക്യാഷ് എന്ന്. ബഫർ ക്യാഷ് എപ്പോഴും റീസെൻ്റ്ലി ആക്സസ്ഡ് ആയിട്ടുള്ള ഡിസ്ക് ബ്ലോക്കുകളെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. If the data is recently in cache, the kernel need not to be read it from disk. ഇനി ഹാർഡ് ഡിസ്കിൽ നിന്നും മെയിൻ മെമ്മറിയിലോട്ട് ഡേറ്റ എടുക്കുന്ന സമയത്ത് ഒരുപാട് റീഡ് റൈറ്റ് നടക്കുന്നുണ്ട്. ഔട്ട്പുട്ട് കിട്ടാനുള്ള ടൈം കൂടുതലായിരിക്കും, റെസ്പോണ്ട് ടൈമും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോസസ്സറിനും മെമ്മറിക്കും ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള മെമ്മറി കൊണ്ടുവരുന്നതാണ് ക്യാഷ്. ഹാർഡ് ഡിസ്കിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് എടുക്കുന്ന റീസെൻ്റ് ആയിട്ടുള്ള ബ്ലോക്സിന് ക്യാഷ് ചെയ്ത് വയ്ക്കുകയും ആ ക്യാഷ് ചെയ്ത് വയ്ക്കുന്ന ബ്ലോക്സിനെ പ്രോസസ്സർ യൂസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ബ്ലോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് ഹാർഡ് ഡിസ്കിലോട്ട് പോയി സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. If the data is already in cache, the kernel need not to read it from disk. If the data is not present in cache, the kernel read the data from disk. ക്യാഷിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷിൽ നിന്ന് എടുക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ കേണൽ
ഡിസ്കിൽ നിന്ന് റീഡ് ചെയ്ത് ക്യാഷിലോട്ട് സ്റ്റോർ ചെയ്യും ആൻഡ് ടേക്ക് ഇറ്റ് ഇൻ ടു ക്യാഷ്. ഇറ്റ് യൂസ് ആൻ അൽഗോരിതം that tries to save as much good data in cache as possible. Similarly, the kernel also performs disk write operation for further use of same data. Kernel also try to minimize the frequency of disk write operations by determining whether data must really be stored on disk or whether it is transient data that will soon be written. എപ്പോഴും കൂടുതലായിട്ട് മാറ്റം വരുന്ന ഡേറ്റകളെ ഹാർഡ് ഡിസ്കിലോട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് കേണലിൻ്റെ ഒരു മെയിൻ പർപ്പസാണ്. അപ്പം കൂടുതലായിട്ടും ഡിസ്ക് റൈറ്റ് ഓപ്പറേഷൻസ് ആണ് വരുന്നത്. Advantages and disadvantages. Advantages of buffer caching. Data is copied from user buffer to system buffer. എപ്പോഴും ഡേറ്റ യൂസർ ബഫറിൽ നിന്നും സിസ്റ്റം ബഫറിലോട്ടാണ് കോപ്പി ചെയ്ത് വയ്ക്കുക. അതുകൊണ്ട് തന്നെ ഇറ്റ് എലിമിനേറ്റ് ദ നീഡ് ഓഫ് സ്പെഷ്യൽ അലൈൻമെൻറ്റ് ഓഫ് യൂസർ ബഫർ. യൂസർ ബഫറിൽ സ്പെഷ്യലി ഉള്ള അലൈൻമെൻറ്റ്സ് ഒന്നും ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. കാര്യം ബഫർ തന്നെ സിസ്റ്റം ബഫറും ഉണ്ട്, യൂസർ ബഫറും ഉണ്ട്. യൂസർ ബഫർ യൂസറിൻ്റെ ഡേറ്റാസ് പ്രസൻ്റ്ലി ഉള്ളത് യൂസ് ചെയ്യാനും, സിസ്റ്റം ബഫർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാഷ് എപ്പോഴും എടുക്കുന്നത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാസാണ്. യൂസർ ബഫർ. യൂസ് ഓഫ് ബഫർ ക്യാഷ് ക്യാൻ മിനിമൈസ് ദ എമൗണ്ട് ഓഫ് ഡിസ്ക് ട്രാഫിക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഹാർഡ് ഡിസ്കിൽ നിന്നും ഡേറ്റ എടുക്കുന്ന ട്രാഫിക് കുറയ്ക്കാനാണ് നമ്മൾ ക്യാഷിങ് യൂസ് ചെയ്യുക. The only single copy of disk block contained in the cache, it helps to ensure file system integrity. File system integrity means ഒരു ക്യാഷ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ വരുന്ന മാറ്റം മാത്രമാണ് നമ്മൾ ഡിസ്കിലോട്ട് പിന്നെ റീറൈറ്റ് ചെയ്യുന്നത്. ഒരുപാട് ക്യാഷസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരുപാട് കോപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാറ്റം ഒരു കോപ്പിയിൽ വരുത്തുകയാണെങ്കിൽ അതേ മാറ്റം ബാക്കിയുള്ളതിലും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ മാറ്റം വരുത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ പല ക്യാഷിലും പല ഡേറ്റയാവും. അവിടെ സിസ്റ്റം ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് നടപ്പിലാവുകയില്ല. ഇവിടെ ഒരു കോപ്പി ഉള്ളതുകൊണ്ട് ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. ആ മാറ്റം ഹാർഡ് ഡിസ്കിൽ എഴുതിയാൽ മതി. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിലേ റൈറ്റ്. vulnerable to crash the leave disk data in incorrect state. ഡിലേ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഹാർഡ് ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്യുന്നതാണ് ഡിലേ റൈറ്റ് എന്ന് പറയുന്ന ക്യാഷിൻ്റെ ഒരു പ്രോപ്പർട്ടി. ഡിലേ റൈറ്റ് ചെയ്യുമ്പം ഏതെങ്കിലും രീതിയിൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. എല്ലാം ഇൻകറക്റ്റ് ആവുന്ന സ്റ്റേറ്റ് ആവും. മീൻസ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും എടുത്തതും എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചെയ്യുന്നത് അപ്പോഴപ്പോഴ് ഞാൻ എടുത്ത് ഓരോ 5 മിനിറ്റിലും എടുക്കുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ സേവ് ചെയ്ത് പോയി ഏറ്റവും അവസാനം ഒന്നിന് മെർജ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഡിലേഡ് ക്യാഷിൽ നടക്കുന്നത് എല്ലാം ചെയ്ത് ഒരു ഫയലിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു എററോ ക്രാഷോ വരികയാണെങ്കിൽ ചെയ്ത അത്രയും കാര്യങ്ങളും വേസ്റ്റായി പോവുകയാണ്, ഇൻകറക്റ്റ് സ്റ്റേറ്റായി പോവുകയാണ്. അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങളാണ് ചെയ്ത് ഏറ്റവും അവസാനമാണ് റൈറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ an extra data copy when read and write to and from user process slow down when transmitting large data ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ റീഡും റൈറ്റും ഓപ്പറേഷൻസ് സ്ലോ ഡൗൺ ആവുന്നു. Every file on Unix system has a unique inode file representation in Unix. നമുക്ക് ഫയൽ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു കണ്ടൻറ്റിനെയും കമ്പ്യൂട്ടറിൽ ഫയൽ എന്നാണ് പറയുക. ഇപ്പം സി പ്രോഗ്രാം ഒരു ഫയലാണ്,
അതുപോലെ ജാവ പ്രോഗ്രാം ഒരു ഫയലാണ്, ഇമേജസ് ഒരു ഫയലാണ്, വീഡിയോസ് ഫയലാണ്, ഓഡിയോസ് ഫയലാണ്. അപ്പോൾ ഡോട്ട് എക്സ്റ്റൻഷനിൽ എന്ത് വന്നു കഴിഞ്ഞാലും അത് ഫയൽ തന്നെയാണ്. ഈ ഫയലുകളെയെല്ലാം എങ്ങനെയാണ് യുണീക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. യുണിക്സ് സിസ്റ്റത്തിന് എക്സാമ്പിളായിട്ടാണ് പറയുക. യുണിക്സ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഫയലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഐനോഡ് എന്ന് പറയുന്നത്. ഐനോഡ് മീൻസ് ഇൻഡെക്സ് നോഡ്. ഇവിടെ the inode has the information necessary for process to access file. എക്സാമ്പിൾ ഒരു സി പ്രോഗ്രാമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പ്രോസസ്സാവും. പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ വി കാൾഡ് പ്രോസസ്സ് ആവാൻ നേരത്ത് എനിക്ക് ആ സി പ്രോഗ്രാമിനെ എടുക്കണം. അതൊരു ഫയലാണ്. ആ ഫയലിനെ യുണീക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. ഇറ്റ് കണ്ടെയ്ൻ ദ ഇൻഫോർമേഷൻ ലൈക്ക് ഫയൽ ഓണർ ആരാണ്, ആക്സസ് റൈറ്റ്, റീഡ് റൈറ്റ്, എക്സിക്യൂട്ട് പെർമിഷൻ ഉണ്ടോ, ഫയൽ സൈസ് എന്താണ്, ഫയൽ സൈസ് MB KB ഒക്കെ ആയിരിക്കാം, ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ ഫയൽ, ഡേറ്റ ഇൻ ദ ഫയൽ സിസ്റ്റം. ഏത് ഡിസ്ക് ബ്ലോക്കിൽ ആണ് ഫയൽ സ്റ്റോർ ചെയ്തേക്കുക എന്നുള്ളതാണ് ലൊക്കേഷൻ പറയുന്നത്. ലൊക്കേഷൻ പറയുന്ന സമയത്ത് ഇത് ട്രാക്കാണ്, ഇതൊരു ട്രാക്കാണ്, നമ്പർ ഓഫ് ട്രാക്സ് കാണും, ട്രാക്കിൽ ഓരോ സെക്ടേഴ്സ് കാണും, ഒരു സെക്ടറിൽ തന്നെ ഒരു ബ്ലോക്കായിരിക്കും ആ ഫയൽ എന്ന് പറയുക. ആ ഫയലിൻ്റെ അഡ്രസ്സാണ് ലൊക്കേഷൻ ഓഫ് ദ ഫയൽ ഡേറ്റ ഇൻ ദ ഫയൽ സിസ്റ്റം എന്ന് പറയാം. ഇത് ലോജിക്കൽ അഡ്രസ്സും ഉണ്ട്, ശരിക്കും ഫിസിക്കൽ അഡ്രസ്സും ഉണ്ട്. ഫിസിക്കൽ അഡ്രസ്സ് പറയുന്നത് ഇതാണ്, ഇതിൻ്റെ ഒരു ലോജിക്കൽ അഡ്രസ്സും കാണും. Process can access file by a well-defined set of system calls and specially a file by a character string that is the path name. ഫയലിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് സിസ്റ്റം കോൾസ് ഉണ്ടാകും. ഫയലിൻ്റെ സിസ്റ്റം കോൾസ് നമ്മൾ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? ഓപ്പൺ ഉണ്ടാവും, റീഡ് ഉണ്ടാവും, റൈറ്റ് ഉണ്ടാവും, അതുപോലെ ക്ലോസ് ഉണ്ടാവും. കൂടുതലായിട്ടുള്ള ഇനി പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ഉണ്ടാവും, ഫോർക്ക് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സിസ്റ്റം കോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫയലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിങ് ദാറ്റ് ഈസ് എ പാത്ത് നെയിം ഉണ്ടാവും. പാത്ത് നെയിം പറയുന്നത്, ഇപ്പോൾ ഈ ഒരു പാത്ത് നെയിം നമ്മൾ ലോജിക്കലി പറയുന്നത് റൂട്ടിനകത്ത്, വേറെന്ന് പറയുന്ന ഫോൾഡറിനകത്ത്, ഡെസ്ക്ടോപ്പിനകത്ത് സ്ലാഷാണ് യൂസ് ചെയ്യുക. then അതിനകത്ത് C എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് text.c, ഇതാണ് ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയുക. ഇതാണ് പാത്ത് എന്നും പറയുന്നത്. ഈച്ച് പാത്ത് നെയിം യുണീക്കലി സ്പെസിഫൈ എ ഫയൽ. ഓരോ പാത്ത് നെയിം ഒരു ഫയലിനെയാണ് യുണീക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ കേണൽ കൺവേർട്ട് ദ പാത്ത് നെയിം ടു ദ ഫയൽ ഐനോഡ്. കേണൽ ഈ പാത്ത് നെയിമിനെ ഇൻഡെക്സ് നോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഡിസ്ക് ഐനോഡ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഫയൽ ഓണർ ഐഡൻറ്റിഫയേഴ്സ്. ഓണർ ഈസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു പാർട്സ്, ഇൻഡിവിജ്വൽ ഓണർ ആൻഡ് എ ഗ്രൂപ്പ് ഓണർ. And it also defines the set of users who have access right to file. The super user has access right to all files in the system. ഫയൽ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓണേഴ്സിൻ്റെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇൻഡിവിജ്വൽ ഓണർ ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓണർ ആവാം. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസ് എല്ലാം ഒരു ഇൻഡിവിജ്വൽ ഫയലായിരിക്കും. എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന്, ഗ്രൂപ്പ് ഓഫ് ഇവൻറ്റ്സിന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഗ്രൂപ്പ് ഓണറായിട്ട് മാറ്റേണ്ടിയിരിക്കും. ഇനി ഒരു ഓണറുള്ളത് സൂപ്പർ യൂസറാണ്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററാണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിൽ ആ ഒരു സിസ്റ്റത്തിലുള്ള എല്ലാ ഫയൽസിനെയും ആക്സസ് ചെയ്യാനും മാറ്റം വരുത്താനുള്ള പ്രിവിലേജ് ഉണ്ട്. രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫയൽ ടൈപ്പ്. ഫയൽ ടൈപ്പിൽ റെഗുലർ ഫയൽ ഉണ്ടാവും, ഡയറക്ടറി ഫയൽ ഉണ്ടാവും, ക്യാരക്ടർ ഫയൽ ഉണ്ടാവും, ബ്ലോക്ക് ഫയൽ ഉണ്ടാവും, ദെൻ ഫസ്റ്റ് ആൻഡ് ഫിസ്റ്റഡ് ഫയൽ. റെഗുലർ ഫയൽ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജസ്, ടെക്സ്റ്റ് ഫയൽസ്, അതുപോലെ വീഡിയോസ്, ഓഡിയോസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫയൽസും
എക്സിക്യൂട്ടബിൾ ഫയൽസ് ഈവൻ റെഗുലർ ഫയലാണ്. ഡയറക്ടറി ഫയൽ മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയറക്ടറീസ്, ഫോൾഡേഴ്സ് എല്ലാം ഡയറക്ടറി ഫയൽസ് ആണ്. ക്യാരക്ടർ ഫയൽസ് എന്ന് പറയുന്നതും ബ്ലോക്ക് ഫയൽസ് എന്ന് പറയുന്നതും നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് നെറ്റ്വർക്ക് വഴി വരുന്ന ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡം എന്ന് പറയുന്ന ഫയൽ യൂസ് ചെയ്യാറുണ്ട്. മോഡത്തിൽ നിന്ന് വരുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ടോ ആണ് സ്റ്റോർ ചെയ്യുക. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ പൈപ്പ് ഫയൽ എന്ന് പറയും. ഇത് ശരിക്കും ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ്. ഇവിടെ ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സിൻ്റെ ഇൻപുട്ടായിട്ടും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സിൻ്റെ ഇൻപുട്ടായിട്ടും ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും ടിൽ നമ്മുടെ ഫൈനൽ ഒരു റിസൾട്ട് കിട്ടുന്നത് വരെ. ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റം ഫയൽസ് ആണ് ശരിക്കും. സ്പെഷ്യൽ ഫയലാണ് പൈപ്പ് ഫയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫയൽ ആക്സസ് പെർമിഷൻ. ദ സിസ്റ്റം പ്രൊട്ടക്ട് ഫയൽ യൂസിങ് ടു 3 classes: ഓണർ ആൻഡ് ഗ്രൂപ്പ് ഓണർ of the file and others. Each class has given an access right to read, write and execute the file, which can be set individually because directories cannot be executed. Execution permission for a directory give the right to search the directory for a file name. നമുക്ക് ഒരു ഫയലിന് 3 ഓണേഴ്സ് കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഓണർ, ഗ്രൂപ്പ് ആൻഡ് അതർ മീൻസ് വേറെ ഉപയോഗിക്കുന്ന ആരെയും അതേഴ്സ് എന്ന് പറയാം. ഇനി ഈ പറയുന്ന ഫയൽസിനെ നമുക്ക് പെർമിഷൻ സെറ്റ് ചെയ്യാം. ഫയൽ റൈറ്റ് മാത്രം ആവണോ, അതോ റീഡ് ആവണോ, അതോ റീഡും റൈറ്റും ആവണോ, അതോ എക്സിക്യൂട്ട് പെർമിഷൻ കൂടി കൊടുക്കണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. 3 പെർമിഷൻസ് ആണ് കൊടുക്കാൻ പറ്റുന്നത്: റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട്. ഡയറക്ടറീസിൽ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുകയോ ഏതെങ്കിലും ഫയൽസ് ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് വ്യൂ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്ടറീസിൻ്റെ പെർമിഷൻ വേണം സെറ്റ് ചെയ്യാൻ. ഡയറക്ടറീസ് എക്സിക്യൂട്ടീവ് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡയറക്ടറിയിലോട്ട് ഫയൽസിനെ ആഡ് ചെയ്യാനോ ഫയൽസിനെ റിമൂവ് ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. റീഡ് പെർമിഷൻ, ഡയറക്ടറിയുടെ റീഡ് പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ ഡയറക്ടറിക്കകത്തുള്ളത് കാണാൻ പറ്റുക. റൈറ്റ് പെർമിഷൻ മീൻസ് ഡയറക്ടറിക്കകത്തോട്ട് ഫയലിനെ പുതുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫയൽ ആക്സസ് ടൈം എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഗീവ്സ് ദ ടൈം the file has last modified, when it was last accessed and when the mode was last modified. ഫയൽ ആക്സസ് ടൈം പറയുന്നത് ഫയലിനെ ലാസ്റ്റ് മോഡിഫൈ ചെയ്ത ടൈം, ആക്സസ് ചെയ്ത ടൈം, ഈ പറയുന്ന ഇൻഫർമേഷൻസ് ആണ് ഫയൽ ആക്സസ് ടൈമിൽ പറയാം. നമ്പർ ഓഫ് ലിങ്ക്സ് ടു ദ ഫയൽ. ഇനി ഒരു ഫയലിനുള്ള നമ്പർ ഓഫ് ലിങ്ക്സ് എന്ന് പറയുന്നതാണ് അടുത്ത ഫീൽഡ് എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് names the file has in the directory hierarchy. The table of contents for the disk address of data in a file. ഒരു ഫയലിന് എത്ര ലിങ്കുകളുണ്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നമ്പർ ഓഫ് ലിങ്ക്സ് ഫീൽഡ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വിൻഡോസിൽ കഴിഞ്ഞാൽ അതിന് നമുക്ക് ഷോർട്ട് കട്ട്സ്, എത്ര ഷോർട്ട് കട്ട്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഈ ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് ലിങ്കുകളാണ്. ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് എത്ര ലിങ്കുകളാണ് നമുക്കൊരു ഫയലിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുക. യൂസർ ട്രീറ്റ് ദ ഫയൽ ഡേറ്റ ആസ് എ ലോജിക്കൽ സ്ട്രീം ഓഫ് ബൈറ്റ്സ്. ലോജിക്കൽ സ്ട്രീം ഓഫ് ബൈറ്റ്സ് ആയിട്ട് തന്നെയാണ് യൂസർ ഫയലിനെ ട്രീറ്റ് ചെയ്യുന്നത്. ബട്ട് ദ കേണൽ സേവ് ദ ഡേറ്റ ഇൻ ഡിസ്കണ്ടിന്യൂസ് ഡിസ്ക് ബ്ലോക്സ്. കേണൽ എപ്പോഴും ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ക് ബ്ലോക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കാര്യം നമുക്ക് കേണലിൽ ഡിസ്കിൽ എപ്പോഴും ഒരു ഫയലിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പല ട്രാക്കുകളിലും പല സെക്ടേഴ്സിലൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പം കിടക്കുക. ഇതിനെല്ലാം നമുക്കൊരു ഫയൽ ആക്സസ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ലിങ്ക്ഡ് ആയിട്ടാണ് കിടക്കുക. അപ്പോൾ അങ്ങനെയും നമുക്ക് പറയാം. ദ inode identify the disk blocks that contain the file data. നെക്സ്റ്റ് എന്ന് പറയുന്ന ഫയൽ സൈസ്. ഫയൽ സൈസിൽ പറയുന്നത് ഫയൽ ഡേറ്റ ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ നമ്പർ ഓഫ് ബൈറ്റ്സ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ഫയൽ സ്റ്റാർട്ടിംഗ് ഫ്രം ദ ബൈറ്റ് ഓഫ്സെറ്റ് 0 and the file size is 1 greater than the highest byte offset of the data in the file. ഫയലിനെ നമുക്ക് ബൈറ്റ്സ് ആയിട്ടാണ്, നമ്പർ ഓഫ് ബൈറ്റ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. എപ്പോഴും ഓഫ്സെറ്റ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അഡ്രസ്സിനെയാണ്. ഫയലിൻ്റെ ഡേറ്റ സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്രസ്സിനെയാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇറ്റ് സ്റ്റാർട്ട് ഫ്രം 0 ആൻഡ് ദ ഫയൽ സൈസ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ഹയസ്റ്റ് byte offset of the data in the file. For example, the user create a file and write only 1 byte of data at byte offset 1000 in the file. The size of the file is
1001. കാര്യം നമ്മൾ ഓരോ ബൈറ്റ് സ്ട്രീമായിട്ട് തന്നെയാണ് സേവ് ചെയ്യുക. അപ്പം ഓരോ ക്യാരക്ടേഴ്സിനും ഫയലിൽ ബൈറ്റ്സ് ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ടാവും. ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് സ്പേസ് ബാക്കി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ഫയലിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് തന്നെയാണ് ബൈറ്റ്സിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറയുക. എപ്പോഴും 0 എന്ന് പറയുന്നത് ആ ഫയലിലൊന്നും കാണില്ല. 0 സ്റ്റാർട്ട് ചെയ്യുക മീൻസ് ഓഫ്സെറ്റ് 0 ആയിരിക്കണം. ഇനി ലാസ്റ്റ് ക്യാരക്ടറിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആ ഫയലിലുള്ള ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സും ഓരോ ബൈറ്റ്സ് ആയിരിക്കും. അത് ആഡ് ചെയ്ത് ലാസ്റ്റ് ഒരു സം കിട്ടും. ആ സമ്മായിരിക്കും ലാസ്റ്റ് ഫയലിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അത് തന്നെ ആയിരിക്കും ആ ഫയലിൻ്റെ സൈസ് എന്നും പറയുന്നത്. ഐനോഡ് ഇനി എന്തൊക്കെ മൊത്തത്തിലൊന്ന് പറയുകയാണ് നമ്മൾ ഐനോഡിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓണറുണ്ട്, ദെൻ ഗ്രൂപ്പായിരിക്കാം, ടൈപ്പ് റെഗുലറാണ്, ദെൻ പെർമിഷൻസ് ഇങ്ങനെ നമുക്ക് റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട്, ദെൻ ഇതുപോലെ പറഞ്ഞിരിക്കുന്ന യൂസർ ഗ്രൂപ്പ് ആൻഡ് അതറിനാണ് ഓണേഴ്സ് സെറ്റ് ചെയ്യുന്നത്. പെർമിഷൻസ് റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട് യൂസറിനുണ്ട്, ഗ്രൂപ്പിന് റീഡും എക്സിക്യൂട്ടേ ഉള്ളൂ, ദെൻ അതറിന് റീഡും എക്സിക്യൂട്ടേ ഉള്ളൂ. ആക്സസ് ടൈം എന്ന് പറയുന്നത് ലാസ്റ്റ്, മോഡിഫൈഡ് ടൈം എന്ന് പറയുന്നത് ഇത്, ദെൻ ഐനോഡിൻ്റെ ആക്സസ് ചെയ്ത ടൈം, ദെൻ ഫയലിൻ്റെ സൈസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഐനോഡിൽ സ്റ്റോർ ചെയ്തിരിക്കുക.